ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ തുളസീധരൻ്റെ ആ ഒരു നിലപാടും തീരുമാനവും ഒക്കെ തന്നെ മുകുന്ദനോട് വന്ന് പറയുന്നുണ്ട്. പക്ഷേ മീനാക്ഷിയാണെങ്കിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന കാര്യവും പറയുകയാണ്. അങ്ങനെ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മീനു പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാം, അവളെയും കുഞ്ഞിനെയും അവിടെ നിന്നും മാറ്റാം. എന്നാൽ മാറ്റുന്നതിന് മുമ്പായിട്ട് തുളസി ചേട്ടനോട് ചോദിക്കണ്ടേ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ, എങ്കിൽ പിന്നെ സാറ് തന്നെ നേരിട്ട് സംസാരിച്ചോ, ഞാൻ അയാൾക്ക് വിളിച്ചു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ മുകുന്ദനാണെങ്കിൽ തുളസിയോട് സംസാരിക്കാനായിട്ട് അയാളെ ഫോൺ ചെയ്യുന്നുണ്ട്. മുകുന്ദനാണ് അറിഞ്ഞിട്ട് തുളസി പറയുക, സാറേ ഈ കളികളൊന്നും അനുവദിച്ചു തരില്ല, കരാറ് പ്രകാരം എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നിങ്ങൾ ഏറ്റുവാങ്ങണം. ദേ നോക്കി അറിയാമല്ലോ, എൻ്റെ മോളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സാർക്ക് നാളെ എന്തെങ്കിലും അപകടം പറ്റുകയാണെന്ന് വിചാരിച്ചോ, നാളെ ഒരു കാർ അപകടം പറ്റി സാററ്റ കിടന്നു പോയാൽ ഈ കുഞ്ഞിന് ആരുണ്ട്, ആര് നോക്കും, ആരേറ്റെടുക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് മുകുന്ദനാണെങ്കിൽ ഉത്തരം പറയാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം തുളസിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് മീനുവിനെ കാണാനായിട്ട് വരികയാണ്. ഈ മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞുമായിട്ട് ഒരുപാട് നേരം കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് തുളസിക്ക് ഒട്ടും തന്നെ അത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പ്രസന്നയാണെങ്കിൽ തുളസിക്കുള്ള വെള്ളമായിട്ട് വരികയാണ്. ആ വെള്ളം മാറ്റിക്കൊണ്ട് മീനാക്ഷി എന്നിങ്ങനെ വിളിക്കുമ്പോൾ മീനുവാണെങ്കിൽ ആകെ ഷോക്കാവും. എന്താ അച്ഛാ, എന്താ കാര്യം, കുഞ്ഞ് പേടിച്ചു പോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ, പേടിക്കട്ടെടി, എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞിനെ കൈമാറണം, നിനക്ക് മറ്റൊരിടത്തേക്ക് താമസം മാറാനൊന്നും പറ്റില്ല, നീ എൻ്റെ മോളാണ്, നമ്മൾ വെറും ഒരു കരാർ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ സ്വന്തം കുഞ്ഞല്ലെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വേഷം കെട്ടിച്ചാലും ഈ കുഞ്ഞ് എവിടേക്ക് പോയാലും അതിന് ഒരൊറ്റ അമ്മയുള്ളൂ, അത് ഞാനാണെന്ന് പറയുന്നു. വളരെ സങ്കടത്തോട് കൂടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി അത് പറയുന്നത്. ഇതൊക്കെ കേട്ട് തുളസിക്കാണെങ്കിൽ ആകെ വല്ലാതെയാവാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മകൾ ശരിക്കും ഒരു അമ്മയിലേക്ക് വന്നു കഴിഞ്ഞു എന്നിങ്ങനെ തുളസി മനസ്സിലാക്കുന്ന നിമിഷം കൂടിയാണ് അത്. എന്തായാലും നാളത്തെ എപ്പിസോഡിനായിട്ട്